അടിപൊളി. ഹലോ, എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീസ്. അപ്പോൾ ദേ വീട്ടിലാണ്. ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നു. ഇവിടെ ഒരാൾ ഞാൻ പോയ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, എന്നെ കാണാനിട്ടറിയും കേട്ടോ. ഭയങ്കര വിഷമിച്ച് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരാളുണ്ട്. ഒരു ചെറിയ വരാലാണ്, കാണിച്ചു തരാം. കണ്ടോ, അവൻ പിണങ്ങി നിൽക്കുവാണ്. അപ്പോൾ പുള്ളിക്ക് ഭക്ഷണം കൊടുത്തിട്ട് 10 ദിവസമായി. പക്ഷേ ഇങ്ങനത്തെ മീനുകൾ കുറേ ദിവസമൊക്കെ ഒന്നും കഴിക്കാതെയൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവന് ഇന്ന് ഇച്ചിരി തീറ്റ കൊടുത്താലോ. ഇപ്പോഴാണെങ്കിലും പുറത്ത് പോകുന്ന വഴി നമ്മുടെ ഫ്രണ്ട്സ് അവിടെ വല വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് 2 കുഞ്ഞ് കരിമീൻ്റെ ഒരു കുഞ്ഞിനെയും ഒരു പള്ളത്തിയുടെ കുഞ്ഞിനെയും കിട്ടി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗോപ്രോ വെള്ളത്തിനടിയിൽ ഡിപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതെങ്ങനെയാണ് തീറ്റ എടുക്കുന്നതെന്ന്. കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഗോപ്രോ ഓൺ ചെയ്യാം. ഗോപ്രോ ഓണാണ്, വീഡിയോ മോഡിലാണ്. അപ്പം നമുക്ക് 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ സൂപ്പർ വ്യൂ ഇടാം. സൂപ്പർ വ്യൂ ഇടുമ്പോഴേക്കും നമുക്ക് നല്ല വൈഡ് കിട്ടും. കണ്ടോ, നല്ല വൈഡാണ്. നമുക്ക് ആ ടാങ്കിനകം മൊത്തം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് അപ്പോൾ ഗോപ്രോ റെക്കോർഡിംഗ് ആണ് കേട്ടോ. സൂപ്പർ വ്യൂ എന്ന് പറയുമ്പോഴേക്കും ഉണ്ടോ, ഇത്രയും നല്ല വൈഡ് ഉണ്ട്, നല്ല വൈഡ് കിട്ടും. നമുക്ക് ടാങ്കിൻ്റെ അകം മൊത്തം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ക്യാമറ വെള്ളത്തിനടി വെക്കാം. ഇങ്ങനെ തന്നെ വെക്കാം എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ക്യാമറ വെള്ളത്തിനടി വെച്ചിട്ടു. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ മീനെ കാണിച്ചു തരാം. 2 കുഞ്ഞാണ്, തീരെ ചെറുത്, അതിനൊന്നും ആകാൻ മാത്രമല്ല. പക്ഷെ നമുക്ക് കൊടുത്തു നോക്കാം. ദേണ്ട നമ്മുടെ ക്യാമറ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ മീനിനെ ഇറക്കി വിടാം. ദേ ഇതാണ് മീൻ കേട്ടോ, തീരെ ചെറുത്, 2 ഉള്ളൂ. കണ്ടോ, നമുക്കിവനെ പയ്യെ ഇറക്കി വിടാം. നമ്മൾ ഇവന്മാരുടെ പയ്യെ അങ്ങോട്ട് കുടഞ്ഞിടാൻ പോവാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മളിത് മീൻ ഇട്ടിട്ടുണ്ട്. ദേണ്ട പോകുന്നു വെള്ളത്തിൽ വിട്ടുപോലെ. നമ്മുടെ ആദ്യം നമ്മളൊരു ചെറുമീൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നോ, അരണയെ കൊടുക്കുന്നത്? അതുപോലെയല്ല, ഇവൻ കുറച്ചും കൂടെ അടിപൊളി. ഓ, ജസ്റ്റ് മിസ്. കിട്ടിയോ? ഇല്ല ഇല്ല ഇല്ല, പിടിച്ചില്ല, ജസ്റ്റ് മിസ്. നമ്മുടെ ആ ചെറുമീനെ പോലെയല്ല, ഇവൻ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. പുള്ളിക്ക് വലിയ പേടിയൊന്നുമില്ല. നോക്കി, കരിമീനും പള്ളത്തിനും ജീവനും കൊണ്ട് ഓടുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിതിനകത്ത് പിടിച്ചിട്ടുകൊണ്ട് മാത്രമല്ല ആ ചെറുമീൻ അല്ലെങ്കിൽ ആ വരാൽ അതിനെ തിന്നുന്നത്. ഇത് ആറ്റിലാണെങ്കിലും ഇവർ തിന്നുന്നത്. ദേ വീണ്ടും മിസ്, ഒരു പൊടിക്ക്. തകർപ്പൻ, അടിപൊളി, കൊള്ളാം. വള്ളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ അവനെ ഒരു കമ്പ് വെച്ച് കുത്തി പുറത്തിറക്കാം.
കണ്ടോ, അവൻ ആ ക്യാമറയോട് ചേർന്നിരിക്കുവാണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ തന്നെ നമ്മൾ ഇടുന്നത് മീനെ പിടിക്കുന്നതും കൊല്ലുന്നതും കറി വെക്കുന്നതും വറക്കുന്നതും ഒക്കെയാണ്. അപ്പം ഇതും മീനാണ്. അപ്പം നമ്മളതിനെ വേറൊരു മീൻ ഇട്ട് കൊടുക്കുന്നത് തിന്നുന്നു. ബിക്കോസ് അതിൻ്റെ ഫുഡ് അതാണ്. നമുക്ക് വേറെ ഇപ്പോൾ ഞാൻ ഇച്ചിരി നാളെ ഇച്ചിരി കപ്പയർ ഇറച്ചിയും കൊടുത്താൽ അത് ചിലപ്പോൾ തിന്നത്തില്ല, ചോറും കറിയും കൊടുത്താൽ ഒന്നും വരാതെ തിന്നത്തില്ല. അപ്പോൾ അതിന് ജീവനുള്ളതിനെ തന്നെ കൊടുക്കണം. അതിൻ്റെ ആ സ്പീഡ് സമ്മതിക്കണമല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സ്പീഡും അതുപോലെ തന്നെ ആ ആക്യുറസി എക്സ്ട്രാ ഓർഡിനറിയാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യങ്ങൾ അതിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫിഷ് ഐ ലെൻസാണ്. നമ്മൾ ആ ലെൻസുകൾക്ക് പറയുന്നത് തന്നെ ഫിഷ് ഐ ലെൻസ് എന്നാണ്. നമ്മുടെ ഗോപ്രോയുടെയൊക്കെ ലെൻസ് പോലെ അതിന് കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്. ഓഫ്, മാരകം. അത് വെട്ടിക്കഴിയുമ്പോഴേക്ക് വായിന്ന് എയർ പുറത്തേക്ക് വരുന്നുണ്ടോ. നമ്മൾ സാധാരണ ചെറുമീനെ പിടിക്കുമ്പോഴും ഇവൻ സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ കൊമള പൊങ്ങി വരും. നിൽക്കണം കരിമീൻ. പാവം ഒളിച്ച് നോക്കുക. ക്യാമറ എടുത്താണ് കേട്ടോ നിൽക്കുന്നത്. കാരണം ക്യാമറ ഇതിൽ സേഫാണ്. ഇതുവരെ അവനൊന്നിനും കിട്ടിയിട്ടില്ല. ഓടി മടുത്തെന്ന് തോന്നുന്നു പുള്ളി. ഇതേ ഓടിച്ചോണ്ട് വരുന്നു. ജീവനം കൊണ്ടാണ് കരിമീനൊക്കെ ഓടുന്നത്. അടിപൊളി, കിട്ടി കിട്ടി കിട്ടി. അപ്പം കരിമീനെ വള്ളത്തിൽ ഏതിനെ ഉടനെ പുള്ളി അടിച്ചിരിക്കുകയാണ്. കണ്ടോ, വായിന്ന് കൊമളായിരുന്നുണ്ടോ പുള്ളി. ആഹാ, കൊള്ളാം. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി ഒരു മീൻ കൂടെ ഉണ്ട്. ഒരു പള്ളത്തിയാണോ കരിമീനാണോ എന്നറിയത്തില്ല. ഒരെണ്ണത്തിന് കിട്ടിയപ്പോഴേക്കും പുള്ളിക്ക് ആക്രാന്തം കൂടി തോന്നുന്നു കേട്ടോ. സ്പീഡ് കൂടി. അതോ ചിലപ്പോൾ ഒരെണ്ണം കിട്ടിയപ്പോഴേക്ക് എനർജി കൂടിയായിരിക്കും. ഒരെണ്ണം കൂടി ഉള്ളൂ. ആ, അടിപൊളി. പക്ഷേ ക്യാമറ അങ്ങോട്ട് തിരിക്കാൻ പറ്റിയില്ലതേ. കിട്ടി. അടിപൊളി, ബ്യൂട്ടി. തകർത്ത് മോനെ. എനിക്ക് ഉടനെ തന്നെ എടുത്തിട്ട് തരാം. അടിപൊളി. പുള്ളി നമ്മുടെ ചെറുമീനെ പോലെയുള്ള. അവന് അത്ര ചമ്മലൊന്നുമില്ല കേട്ടോ. ഓട്ടി നടന്ന് ചാറാ പറ അടിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിവനെ ഇന്നത്തേക്കുള്ളതായി. ഇന്നത്തേക്കുള്ളതൊന്നും ആയില്ല. ഒരു 2 കുഞ്ഞിനെ കിട്ടിയുള്ളൂ. നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു കൊടുക്കാം. ഒത്തിരി കൊടുത്ത് ശീലിച്ചാലും ശരിയാത്തില്ല. അവൻ പെട്ടെന്ന് വലുതായി നമ്മുടെ ടാങ്ക് നിറയും. ഇനി ഈ കിടക്കുന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഒരു അക്വേറിയം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇവനെ നല്ല കിഡിലൻ ഒരു അക്വേറിയത്തിലേക്ക് മാറ്റും. ഒരു വലിയൊരു അക്വേറിയം സെറ്റപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ചെറിയൊരു വരാലിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുമീൻ എവിടെയാണ് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുക. അതിന് നമ്മുടെ ഒരു കൂട്ടുകാരന് കൊടുത്തു. പുള്ളിക്ക് അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴേക്കും അവനൊരു ചെറിയ ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിനിടാൻ വേണ്ടി അവനെ കൊടുത്തുവിട്ടിരിക്കുകയാണ്. അപ്പം ഇവനെ നമ്മളൊരു അക്വേറിയത്തിലേക്ക് അടുത്ത ദിവസം മാറ്റും. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. നമ്മളതിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറിയും പോസ്റ്റുകളും പിടിക്കുന്ന മീനുകളുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാം മലയാളത്തിൽ ഇടുന്നതാണ്. അപ്പോൾ 256 ഫോളോവേഴ്സാണ് ഉള്ളത്. അതൊരു 1K ആയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ഫിഷിംഗ് ഫ്രീക്സ് ഓഫ് കേരള എന്ന് തന്നെയാണ് പേര്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ പിടിക്കുന്ന മീനുകളുടെ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോറികളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെവിൻ സെറിയേക്ക്. സോറി, പള്ളത്തിയല്ല കേട്ടോ, കരിമീനാണ് അവൻ തിന്നത്.